ഒരു ഹ്യൂമാനിറ്റീസ് കുട്ടി CUET ആപ്ലിക്കേഷന് ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, കൂടെ +2 പഠിച്ച 3 വിഷയം. അപ്പോൾ ഒരു നോർമൽ കാറ്റഗറിയിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടി എടുക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കും? പൊളിറ്റിക്കൽ സയൻസ് കാണും, ഹിസ്റ്ററി കാണും, ജോഗ്രഫി കാണും, ഇക്കണോമിക്സ് കാണും, ചിലർ ജേർണലിസം പോലുള്ളതും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ എടുക്കാം. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് മാക്സിമം കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററിയാണ്. കാരണം മാർക്ക് സ്കോറിങ്ങും നല്ല രീതിയിൽ എല്ലാ കോളേജിലേക്കും അഡ്മിഷൻ കിട്ടുന്നത് ഇവിടേക്കാണ്. എന്നാൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിക്സ് പഠിക്കണമെന്നുണ്ടോ? മാത്സ് കമ്പൽസറി ആണ്. നിങ്ങൾ +2 പഠിക്കുകയും വേണം, അതേപോലെ CUETക്കും അതെടുക്കണം. എന്നാൽ എക്കണോമിക്സ് വേണ്ട, ചിലർക്ക് എക്കണോമിക്സ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഇക്കണോമിക്സ് ആ കോമ്പിനേഷനിൽ അങ്ങ് മാറ്റി വെച്ചിട്ട് പകരം നിങ്ങൾ പഠിച്ച ഇപ്പോൾ സോഷ്യോളജി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതും വെക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന 3 വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്കായിട്ട് സ്പെസിഫിക് ആയിട്ട് ഡൗട്ട് ഉണ്ടോ? പേടിക്കേണ്ട, നിങ്ങൾ കമന്റിൽ ഒരു മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.